ആലപ്പുഴയിൽ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് ക്രൂരമർദ്ദനം. അമ്മയെ നോക്കുന്നില്ലെന്ന പരാതി അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥയ്ക്കാണ് മകന്റെ മർദ്ദനമേറ്റത്. റൂമിൽ കയറ്റിയും മർദ്ദിച്ചെന്ന് ഉദ്യോഗസ്ഥ പരാതി നൽകി. സംഭവത്തിൽ പട്ടണക്കാട് പോലീസ് കേസെടുത്തു. ഫൈസൽ അസീസ് വിശദാംശങ്ങളുമായി. ഫൈസൽ, എന്താണ് സംഭവിച്ചത്? സൈഫുദ്ദീൻ 2 ദിവസം മുമ്പാണ് ഈ വൃദ്ധയുടെ, അതായത് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ വൃദ്ധയുടെ മറ്റു 2 മക്കൾ ചേർന്ന് പരാതി നൽകിയത്. വനിതാ ശിശു വികസന വകുപ്പിനാണ് പരാതി നൽകിയത്. തൻ്റെ അമ്മയെ, വൃദ്ധയായ അമ്മയെ ഇപ്പോൾ മറ്റൊരു മകൻ്റെ കൂടെയാണ് താമസം, അവർ കൃത്യമായി പരിചരിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്നാണ് ഈ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥയും സംഘവും ഈ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവർ വീട്ടിലെത്തുന്ന സമയത്ത് ഈ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ കിടപ്പ് രോഗിയായിരുന്നു ഈ അമ്മ. അങ്ങനെ ഇവരുടെ സ്ഥിതികൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇവരോട് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്താണ് ഈ മകൻ പൊടുന്നനെ കയറി വന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് ചോദിച്ചാണ് അങ്ങനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് ഈ ഉദ്യോഗസ്ഥ പറയുന്നത്. തുടർന്ന് ഇവരെ റൂമിലേക്ക് കയറ്റി, അതിനുശേഷം അവിടെ നിന്ന് മർദ്ദിച്ചു. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച് കാറിൽ കയറുന്നതിനിടെ അവിടെ നിന്ന് മർദ്ദിച്ചു. അങ്ങനെ ഓടിച്ചിട്ട് മർദ്ദിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത്രയും ക്രൂരമായ മർദ്ദനമാണ് ഈ മകന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. മകൻ ജോലിക്ക് പോകുന്ന ആളാണ്, 40-40 വയസ്സുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ പിന്നീട് ഇവരെ തുറവൂരിൽ തന്നെയുള്ള ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പട്ടണക്കാട് പോലീസ് ഇവരുടെ മൊഴിയെടുത്ത് FIR ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും, മകനെതിരെ കേസെടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സംഭവം, അതായത് അവർക്കിപ്പോൾ സംസാരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് സംസാരിച്ചത്. അതായത് വലിയ രീതിയിൽ തന്നെയാണ് ക്രൂരമർദ്ദനം നേരിട്ടത് എന്നാണ് ഈ ഉദ്യോഗസ്ഥ പറയുന്നത്. ശരി ഫൈസൽ.